ഫോട്ടോ എഡിറ്റിംഗിലെ രാജാവായ ഫോട്ടോഷോപ്പിന്റെ ആൻഡ്രോയിഡ് വെർഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. മുമ്പ് പ്ലേ സ്റ്റോറിനകത്തുണ്ടായിരുന്ന ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഒറിജിനൽ എഡോബിന്റെ തന്നെ ഫോട്ടോഷോപ്പ് ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇപ്പോൾ ബീറ്റ പ്രോഗ്രാമിംഗ് നടക്കുകയാണ്. അപ്പോൾ ഈ ബീറ്റ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇവരുടെ ഫീച്ചർ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് അവർക്ക് ഈ ആപ്ലിക്കേഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഫോട്ടോ എഡിറ്റിംഗ് അറിയുന്നവരാണെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. കാരണം നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ പോലെയല്ല. അതിൽ നമുക്ക് ഇപ്പോൾ ഒരു ചിത്രം ഇട്ട് കൊടുത്തിട്ട് അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഫോട്ടോ സേവ് ചെയ്യുന്ന പരിപാടിയാണല്ലോ. എന്നാൽ ഫോട്ടോഷോപ്പ് പോലെയുള്ള ആപ്ലിക്കേഷൻ അങ്ങനെയല്ല. ക്രിയേറ്റിവിറ്റി ഉള്ളവർക്കും എഡിറ്റ് ചെയ്യാൻ അറിയുന്നവർക്കും മാത്രമേ അതിൽ നിന്ന് ഇമേജുകൾ എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ ബീറ്റ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ആപ്ലിക്കേഷൻ പുതിയ ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതായത് ആൻഡ്രോയിഡ് 11 ആയിരിക്കണം നിങ്ങളുടെ ഫോൺ. അതുകൊണ്ട് തന്നെ പഴയ ഫോണുള്ളവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് ഇൻസ്റ്റാൾ ആവില്ല എന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് കാണിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് ബീറ്റ വേർഷനാണ്. അതുപോലെ തന്നെ ഇയർലി ആക്സസ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള വേർഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുഴുവൻ പ്രീമിയം ഫീച്ചറും നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. പിന്നെ 500K ഡൗൺലോഡ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഫ്രീ വേർഷൻ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ബീറ്റ ഓഫ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എല്ലാ ഫീച്ചറും ഇവിടെ ഉണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ പോലെ തന്നെ ഇഷ്ടമുള്ള റെസൊല്യൂഷനിൽ നമുക്ക് പിക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഗാലറിയിൽ നിന്ന് പിക്ചർ എടുത്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ പലതരം ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ തന്നെ ഉണ്ട്. അത് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്നുള്ള യൂട്യൂബ് വീഡിയോ ആണ്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു ട്യൂട്ടോറിയൽ AI ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്ലേ ചെയ്തത്. ഇപ്പോൾ അവരൊരു എർത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ സർക്കിൾ ഉപയോഗിച്ച് ക്രോപ്പ് ചെയ്യാറില്ലേ, മുറിച്ചെടുത്ത് മാറ്റാറൊക്കെ ഇല്ലേ, അതുപോലെ ഇതാ ആ എർത്തിൻ്റെ മുകൾ ഭാഗം മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റൊരു ചിത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് ഗാലറിയിൽ നിന്ന്. എന്നിട്ട് സർക്കിൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഭൂമി പകുതിയാക്കിയ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ AI ജനറേറ്റ് ചെയ്യുന്നതാണ്. അവർ AI ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അവിടെ ഒരു ദ്വീപ് അവർ ജനറേറ്റ് ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് ചിത്രത്തിൽ ഇടയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും AI ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ. അതാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. മറ്റൊരു ചിത്രത്തിൽ നിന്ന് ബിൽഡിംഗ് ഒക്കെ ആഡ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ടാണ് ചിത്രം ഇവർ ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.